ഹലോ വെൽക്കം ടു അവർ ചാനൽ ലെറ്റ്സ് വ്ലോഗ്. ഇന്ന് മോർണിംഗ് തന്നെ നല്ല മഞ്ഞായിരുന്നു കേട്ടോ. പാലക്കാട് ഇങ്ങനെയാണ്. നട്ടുച്ചക്ക് നട്ടപ്പുറവിലാണെങ്കിൽ രാവിലെ നല്ല രീതിക്ക് മഞ്ഞുണ്ടാവും. അപ്പോൾ രാവിലെ എണീറ്റിങ് നോക്കിയപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ നല്ല രീതിയിൽ മഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മഞ്ഞ് കാണിച്ചു തരാം കേട്ടോ. ആ റോഡിൻ്റെ ആ ഒരു സൈഡൊക്കെ നല്ല രീതിയിൽ മഞ്ഞുണ്ട്. അതുപോലെ തന്നെ ഓപ്പോസിറ്റും നല്ല രീതിയിൽ മഞ്ഞുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ചായ വയ്ക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അങ്ങനെ ഒരു പാക്കറ്റ് പാലെടുത്ത് പിന്നെ ചായ വെക്കുവാണ്. അപ്പോൾ നമ്മുടെ കിച്ചണാണെങ്കിലും ഗ്രില്ലിൻ്റെ കിച്ചണാണ്, പുറത്തുള്ള കിച്ചൺ. അപ്പോൾ ആ സമയത്ത് ആണെങ്കിലും അവിടെ നിൽക്കുമ്പോൾ നല്ല രീതിയിലേക്ക് നമുക്ക് തണുപ്പടിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ എണ്ണ തേച്ചിട്ട് മുടി സെറ്റായി നോക്കാം കേട്ടോ. പിന്നെ ഈ ഒരു സൈഡ് ഞാൻ കാണിച്ചു കേട്ടോ, ടെറസിൻ്റെ മേലാണ്. ഇതിൻ്റെ ബാക്ക് സൈഡും നല്ല വ്യൂ ആണേ. പിന്നെ നമ്മൾ കടമ്പഴിപ്പുറത്തുള്ള പറയിപ്പറ്റ് പന്തിരുകുലം ക്ഷേത്രത്തിൽ പോയിട്ടോ. അപ്പോൾ ആ കാണുന്നത് പറയിപ്പറ്റ് പന്തിരുകുലം ഭഗവതി ക്ഷേത്രമാണ്. ഇതിൻ്റെ താഴെ ശിവക്ഷേത്രമുണ്ട്. ഇവിടെ ഒരു ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠയുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരാളുണ്ട് കേട്ടോ, ഈ ഒരു സൈഡിൽ ഇങ്ങനെ വലിയൊരാളുണ്ട്. ഇതുപോലത്തെ തന്നെ രണ്ടാൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ അമ്പലത്തിലോട്ട് എൻട്രൻസ് ചെയ്യണ ഒരു വഴി. 4 വഴികളുണ്ട് കേട്ടോ. 4 വഴി നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. വേറൊരു വഴിയുണ്ട്, അതിങ്ങനെ മൊത്തം സ്റ്റെപ്സാണ്. അതാണ് ശരിക്കും അമ്പലത്തിലേക്ക് കറക്റ്റ് നമ്മൾ ഫ്രണ്ട് വരുന്നത് ആ ഒരു പോർഷനാണ് കേട്ടോ. ഈ ഒരു വഴിയാണ്. താഴെ സ്റ്റെപ്സാണ്, അതിൻ്റെ താഴെ പാദങ്ങളാണ് കേട്ടോ. അപ്പോൾ പറയപ്പെട്ട് പന്തിരൂല വയലാക്കുന്നില്ല. അപ്പോൾ ശിവക്ഷേത്രത്തിൻ്റെ ബോർഡാണ് ആ താഴെ. അത് ഒന്നും കൂടെ കാണിച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പലത്തിൻ്റെ ഞാൻ പറഞ്ഞ ആ സ്റ്റെപ്സ് എൻട്രി വരുമ്പോഴാണ് കറക്റ്റുള്ള എൻട്രൻസ് കിട്ടുന്നത് അമ്പലത്തിൻ്റെ. സമയത്ത് തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അമ്പലത്തിൽ. പിന്നെ നമുക്ക് കുറേ നേരം തൊഴുത് വന്നിട്ട് ആ സ്റ്റെപ്സിലൊക്കെ ഇരിക്കാൻ പറ്റി. നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ രാവിലെ തന്നെ ഇവിടെ വന്നപ്പോൾ. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരണത്. ഈ 2 ആല് അത് അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ മൊത്തം ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്ന പോലെ കേട്ടോ അമ്പലത്തിൽ. അതായത് ചൂട് സമയത്തും നല്ല തണലായിരിക്കും ഈ ഒരു ആലിങ്ങനെ നിൽക്കണോണ്ട്. പിന്നെ നമ്മൾ ദോശ ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. വരുമ്പോൾ മസാല ദോശ വയ്ക്കാൻ വേണ്ടി. മസാല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. അപ്പോൾ ആദ്യത്തെ ദോശ ചുടുമ്പോൾ എപ്പോഴും കോളായി പോകട്ടോ, എന്താണെന്നറിയില്ല. ഫസ്റ്റ് ദോശ എപ്പോഴും കോളാണ്. ഇത് 2ാമത്തെ ദോശയാണ് കേട്ടോ. മസാല കുറച്ച് വെക്കുന്നുള്ളൂ, കാരണം ഉരുളക്കിഴങ്ങ് ഗ്യാസ് ആയതുകൊണ്ടിട്ട്. അപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കിയപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ദോശ. അത് കുട്ടി ദോശയാണ്. നമുക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇതിലല്ലേ വരത്തുള്ളൂ. അതുകൊണ്ട് കുറച്ച് ദോശ ഉണ്ടാക്കണം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു. അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ ആയിട്ട് കാണുന്നത്. അപ്പോൾ ക്യാബേജ് ഉണ്ടായിരുന്നു, അത് വെള്ളത്തിലിട്ട്. കുമ്പളങ്ങ മോരൊന്നും കാച്ചുന്നില്ല, ഓലം പോലെ വയ്ക്കാം. പിന്നെ ഉണക്കമീൻ ഇട്ടിട്ടോ. ഇത് നമ്മുടെ ഉണക്കമീനാണ് വെച്ചത്. പച്ചമീൻ വാങ്ങിയില്ലായിരുന്നു. അപ്പോൾ ഉണക്കമീനും വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഓലൻ നമ്മൾ വെറുതെ ഇങ്ങനെ അരിഞ്ഞിട്ട് പച്ചമുളകും ഉപ്പും ഇട്ടിട്ട് വേവിച്ചിട്ട് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ക്യാബേജ് തോരൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കിച്ചൺ വ്യൂ. അവിടെ നല്ല കാറ്റ് കിട്ടിക്കൊണ്ടിരിക്കും ചൂട് സമയത്താണെങ്കിലും. പിന്നെ ഉണക്കമീൻ പൊരിച്ചിട്ടോ. ഈ ഉണക്കമീൻ ഭയങ്കര ഉപ്പായിരിക്കും. അപ്പോൾ കുറേ നേരം വെള്ളത്തിലിട്ടതിന് ശേഷം മാത്രമേ നമുക്ക് പൊരിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അതിന് ശേഷം നമ്മൾ ക്യാബേജ് തോരന് ആ ഓലനും ഉണക്കമീനൊക്കെ കൂട്ടി ചോറ് കഴിച്ചു കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് കുറേ നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മൾ പക്കോട ഉണ്ടാക്കാൻ വേണ്ടി പോയി. അപ്പോൾ സവോള ഇങ്ങനെ കുനുകുന അരിഞ്ഞിട്ട് അതിലോട്ട് പച്ചമുളകും പിന്നെ കുഞ്ഞ് ഇഞ്ചി അരിഞ്ഞതും പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി പിന്നെ കറിവേപ്പിലയും കൂടെ അരിഞ്ഞിട്ട് നമ്മൾ കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടലപ്പൊടി മൈദപ്പൊടിയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. രണ്ടും ആഡ് ചെയ്താൽ ടേസ്റ്റാണ്. എന്നാലും കടലപ്പൊടിയിൽ നമുക്ക് ഉണ്ടാക്കാം. ഞാൻ കടലപ്പൊടി മൈദയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് പിന്നെ ചൂടാക്കാൻ വെച്ചിട്ടോ, ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് കുഞ്ഞായിട്ടാണ് കേട്ടോ ചുട്ടെടുത്തത്. കാരണം ഞാൻ കുഞ്ഞിതാ വെച്ചതുകൊണ്ട് നമുക്ക് അധികം ഇങ്ങനെ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ ആ സമയം കൊണ്ട് തന്നെ ഞാൻ ചായയും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ റെഡി ആയിട്ട് വന്നിട്ടോ. പിന്നെ ചായയും പക്കാവടയൊക്കെ കഴിക്കാൻ വേണ്ടി നമ്മൾ ടെറസിലോട്ട് പോയിട്ട്. അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു സൈഡ് വ്യൂ കേട്ടോ. ഞാൻ രാവിലെ കാണിച്ചത് ഈ ഒരു ഭാഗം മൊത്തം തൊടിയാണ് കേട്ടോ. അവിടെ നല്ല റബ്ബർ മരങ്ങളും നല്ല പച്ചപ്പാണ് ആ ഒരു ഏരിയയിൽ. അങ്ങനെ ഞങ്ങൾ ടെറസിലിരുന്ന് ചായ കുടിച്ചു. അപ്പോൾ ആ സമയത്ത് നല്ല കാറ്റായിരുന്നു കേട്ടോ. ഈവനിങ് തെങ്ങൊക്കെ കിടന്ന് ഇങ്ങനെ ആടുമായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ കടമ്പഴിപ്പുറത്ത് പോയിട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ മെയിൻ ടൗൺ അല്ല, നമ്മളിവിടെയാണ് ചിക്കനൊക്കെ വാങ്ങാൻ വരുന്നത് ഇവിടെയാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ വാങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ പോണ വഴിയാട്ടോ മണ്ണീശ്ശേരി എന്ന് പറയുന്ന ഒരു മനയൊക്കെ ഉണ്ട്. അതിൻ്റെ മിക്ക വീഡിയോസിൽ ഞാൻ കാണിക്കാറുണ്ട് കേട്ടോ അവിടെ എത്തുമ്പോൾ. അപ്പോൾ ഇവിടെ വരാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈവനിങ് ഒക്കെ വരാനും പിന്നെ അതുപോലെ തന്നെ നൈറ്റ് ആണെങ്കിൽ ഇവിടെ അത്യാവശ്യം ഷോപ്സും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിന്ന് ചിക്കന് വാങ്ങിച്ച് നമ്മൾ വരുന്ന വഴി ഇവിടെ പുതിയൊരു കട വന്നിട്ടുണ്ടാകും കേട്ടോ, വള്ളുവനാടിന് തണുത്തൊരു ജീവൻ പറഞ്ഞ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പൊറോട്ടയും കൂടെ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോകാം. പിന്നെ അപ്പോൾ നല്ല ഇതിലായിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഈ ഒരു ഭാഗത്തോടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്ര ഉള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ.